ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും കേൾക്കുക. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുമായവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കണ്ണൻ വൃന്ദാവനത്തിലേക്ക്. കേശവൻ വൃന്ദാവനത്തിലേക്ക് ഉദ്ധവനെ അയച്ചതിൻ്റെ അന്നു തന്നെ അക്രൂരനെ ഹസ്തിനാപുരത്തിലേക്കും വിട്ടു. പാണ്ഡവർ ഉപനയനത്തിന് വന്നുപോയതിനു ശേഷം അവരുടെ സുഖവിവരങ്ങളൊന്നും അറിഞ്ഞതേയില്ല. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് അവരെക്കുറിച്ച് അന്വേഷിക്കുവാനും കഴിഞ്ഞില്ല. അക്രൂരൻ ഹസ്തിനാപുരത്തിൽ എത്തി ഭീഷ്മാദികളെ ചെന്നു കണ്ടു. മാധവനെക്കുറിച്ചും മധുരയിലെ പുതിയ ഭരണകൂടത്തെക്കുറിച്ചും ഗംഗാദത്തൻ ചോദിച്ചു. കൃഷ്ണനെ കാണുവാനുള്ള മോഹവുമായി വർത്തിക്കുകയാണ് താനെന്നും ഉടനെ കേശവനെ വന്ന് കണ്ടുകൊള്ളാമെന്നും ദേവവ്രതൻ അക്രൂരനെ അറിയിച്ചു. പാണ്ഡവരെക്കുറിച്ചും അവരുടെ സുഖവിവരങ്ങളെക്കുറിച്ചുമുള്ള മാധവന്റെ ഉത്കണ്ഠ അക്രൂരൻ ഭീഷ്മരെ ധരിപ്പിക്കുകയും ചെയ്തു. അക്രൂരൻ കുന്തിയെ കണ്ടു. കേശവൻ പഠനം കഴിഞ്ഞ് മധുരയിൽ തിരിച്ചെത്തി അല്ലേ? കുന്തി ചോദിച്ചു. അതെ, അക്രൂരൻ പറഞ്ഞു. യാദവർക്ക് ഒരു രക്ഷകനുണ്ടായത് ഭാഗ്യം. എൻ്റെ സന്താനങ്ങൾക്കും കേശവൻ രക്ഷകൻ തന്നെ, കുന്തി പറഞ്ഞു. അവർ തുടർന്നു. അക്രൂര, മാധവനോട് എല്ലാം പറയണം. എനിക്കും കുട്ടികൾക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് ഞാൻ പറയും. എന്നാൽ ഹസ്തിനപുരം ഞങ്ങൾക്ക് നരകതുല്യമാണ്. ഇവിടുത്തെ ഒരു കാര്യങ്ങളിലും പാണ്ഡവരെ കൗരവർ ഉൾപ്പെടുത്തുന്നില്ല. രാജ്യകാര്യങ്ങളിൽ അവരാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. എൻ്റെ മക്കൾ വെറും ചോറ്റിനു വേണ്ടി മാത്രം ഇവിടെ കഴിയുന്നു. കുന്തി ഇത്രയും പറഞ്ഞ് ബാഷ്പവിലാംഗിയായി വർത്തിച്ചു. മധുരയിൽ ബലരാമൻ യുവരാജാവായതിൽ കുന്തി സന്തോഷിച്ചു. കൃഷ്ണൻ യുവരാജാവായില്ല. എങ്കിലും കർമ്മങ്ങളെല്ലാം കേശവന്റെ ഇംഗിതത്തിന് അനുസരിച്ചാണ് നടക്കുന്നത്. ധൃതരാഷ്ട്രരെയും അക്രൂരൻ കണ്ടു. മധുരയിലെ കഥകൾ സംസാരിച്ചിരുന്നു. വസുദേവരുടെ സഹോദരി കുന്തിയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അക്രൂരൻ പറഞ്ഞു. പാണ്ഡുപുത്രന്മാർ അങ്ങയ്ക്ക് സ്വന്തം പുത്രന്മാർ തന്നെയാണ്. വിധി വൈപരീത്യം കൊണ്ട് പാണ്ഡു മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ അല്പവും ദുഃഖം അനുഭവിക്കാതെ വളരണം. അതാണ് യോഗ്യം. എന്താ ഇങ്ങനെ പറയുവാൻ? പാണ്ഡുവിൻ്റെ മക്കൾ എനിക്ക് സ്വന്തം സന്താനങ്ങൾ പോലെയാണ്. മറിച്ചെന്തെങ്കിലും അക്രൂരൻ കേൾക്കുകയുണ്ടായോ? ധൃതരാഷ്ട്രരുടെ വാക്കുകൾ അല്പം പരിഭ്രമം കലർന്നതായിരുന്നു. അത് കേട്ട് അക്രൂരൻ പറഞ്ഞു. കുട്ടികൾ തമ്മിൽ അല്പം മത്സരമുണ്ടെന്ന് കേട്ടു. നേർത്ത അലയാണല്ലോ പിന്നെ തിരമാലയാകുന്നത്. മത്സരം ചെറുപ്പത്തിലേ നുള്ളിയാൽ മുതിരുമ്പോൾ ദുഃഖിക്കുക വേണ്ട. അർഹത നോക്കി മാത്രമേ അങ്ങ് കാര്യങ്ങൾ അനുഷ്ഠിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. ധൃതരാഷ്ട്രർ അക്രൂരൻ്റെ വാക്കുകൾക്ക് മറുപടിയോതി. പക്ഷേ അതിൽ കാര്യത്തിൻ്റെ ഗൗരവം നന്നേ കുറഞ്ഞിരിക്കുന്നതായി അക്രൂരന് തോന്നി. ധൃതരാഷ്ട്രർ പറഞ്ഞു. അക്രൂര, അതൊക്കെ ബാലവിനോദങ്ങളല്ലേ. കാര്യം അതൊന്നുമല്ലല്ലോ. യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഭീഷ്മ പിതാമഹനും വിതുരരുമൊക്കെ വസിക്കുമ്പോൾ നഷ്ടബോധത്തിൻ്റെ കാര്യമില്ലല്ലോ. അക്രൂരൻ കാര്യങ്ങൾ വിശദമായി ധരിപ്പിച്ചു. ധൃതരാഷ്ട്രർ എല്ലാം കേട്ടിരുന്നു.
പാണ്ഡവരെ ഒരിക്കൽ കൂടി കണ്ട ശേഷം അക്രൂരൻ മധുരയിൽ തിരിച്ചെത്തി വിവരങ്ങൾ കൃഷ്ണനെ ബോധ്യപ്പെടുത്തി. പാണ്ഡവ കൗരവ മത്സരം ഉറച്ച നിലയിലാണ്. 100 പേർ ഒറ്റക്കെട്ടായി പാണ്ഡവരെ എതിർക്കുന്നു. ധൃതരാഷ്ട്രരും മക്കൾക്ക് അനുകൂലമാണ്. അദ്ദേഹം എങ്ങനെ അനുകൂലിക്കാതിരിക്കും? സ്വന്തം മകന്റെ കാര്യത്തിൽ ഏതു പിതാവാണ് പഴിചാരുന്നത്? എങ്കിലും ഭീമനും അർജുനനും സമർത്ഥരാണ്. അവർ കളികളിലും കാര്യങ്ങളിലും ഒന്നുപോലെ തങ്ങളുടെ സാമർത്ഥ്യം വിളിച്ചു പറയുന്നു. കേശവൻ അക്രൂരനോട് എല്ലാം ചോദിച്ചറിഞ്ഞു. എല്ലാം ഗ്രഹിച്ച കേശവൻ അക്രൂരനെ സ്വഭവനത്തിലേക്ക് അയച്ചതിനു ശേഷം യമുനാ നദിയുടെ കരയിലുള്ള ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് നടന്നു. അല്പസമയം ധ്യാനനിരതനായി വർത്തിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം യമുനയുടെ കരയിലുള്ള അക്ഷയവടത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഗോപാലനെ ഉദ്ധവൻ കണ്ടു. മണൽപ്പുറത്ത് ഉദ്ധവനും ഇരുന്നു. ഉദ്ധവൻ പറഞ്ഞു, ജഗത്തിൻ്റെ സാക്ഷിയും ഗോകുലത്തിൻ്റെ രക്ഷകനുമായ ഗോപാലനാണ് അങ്ങറിയാതെ ഈ ലോകത്തിൽ ഒന്നും അനുവർത്തിക്കുന്നില്ല. എങ്കിലും എനിക്കൊരു വാക്ക് ഉരയ്ക്കുവാനുണ്ട്. ഗോകുലത്തിൽ ഞാൻ പോയി വന്നിട്ട് ദിവസങ്ങൾ ഏറെയായി. അങ്ങയെ ഉടൻ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മധുരയ്ക്ക് വന്നത്. രാധയും ഗോപീജനങ്ങളുമെല്ലാം എന്നെ വിട്ടയച്ചത് അങ്ങയെ അവിടെ കൊണ്ടെത്തിക്കാം എന്ന കരാറിലാണ്. എൻ്റെ വാക്ക് മിഥ്യയാവരുത്. അങ്ങ് ഗോകുലത്തിൽ ചെന്ന് അവിടുത്തെ ദർശനത്തിനാർത്തി പൂണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെയും രാധയെയും മറ്റു സുഹൃത്തുക്കളെയും ആശ്വസിപ്പിക്കണം. ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോൾ അങ്ങയുടെ ഭക്തനാണെന്ന് അഭിമാനിച്ചിരുന്ന എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. ആ ഗോപികമാരുടെ പാദധൂളി ശിരസിൽ വഹിക്കുവാനുള്ള അർഹത കൂടി എനിക്കുണ്ടോ എന്ന് സംശയമാണ്. ആ വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായി ജനിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഉദ്ധവന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു, ഉദ്ധവരെ, അങ്ങ് വേണ്ടത് എന്നെ ഓർമ്മിപ്പിച്ചത് നന്നായി. ഗോവർദ്ധന താഴ്വരയിൽ നിന്ന് മധുരയ്ക്ക് വരുമ്പോൾ ഉടനെ എത്തിക്കൊള്ളാമെന്ന് ഞാനും അവർക്ക് വാക്ക് നൽകിയിരുന്നു. എന്തായാലും നമുക്കുടനെ വൃന്ദാവനത്തിലേക്ക് പോകണം. ഉദ്ധവന് സന്തോഷമായി. പിറ്റേ ദിവസം തന്നെ ബലരാമനെ രാജ്യകാര്യങ്ങൾ ഏൽപ്പിച്ച ശ്രീകൃഷ്ണൻ ഉദ്ധവനെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു. അവർ ഗോവർദ്ധനം കടന്നു. ഗോപവാടം പിന്നിട്ടു. വൃന്ദാവനത്തിൽ നാണം കുണുങ്ങി ഒഴുകുന്ന കാളിന്തിയുടെ തീരത്തവർ എത്തി. ബാലഗോപാലന്റെ മനോഹരമായ രഥം കണ്ട് കാലികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഓടി വന്നു. കണ്ണനെ കണ്ടപ്പോൾ അവയുടെ അകിടു നിറഞ്ഞു, മുലകൾ ചുരന്നു. വാലും ചെവിയും ഇളക്കിക്കൊണ്ടും പകുതി കടിച്ചെടുത്ത പുല്ല് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടും കണ്ണുനീരൊലിപ്പിച്ച് പശുക്കൾ രഥത്തെ വളഞ്ഞു. മേഘം സൂര്യരഥത്തെ പൊതിയും പോലെ ഗോപവാടത്തിലെ ഗോക്കൾ രഥത്തിനു ചുറ്റും വട്ടമിട്ടു. കേശവൻ രഥത്തിൽ നിന്നിറങ്ങി. ഓരോ പശുവിൻ്റെ പേരും ദാമോദരൻ വിളിച്ചു. പ്രസാദം തുളുമ്പുന്ന വദനവുമായി പൂവാലി പശുക്കൾ കണ്ണനെ മുട്ടിയുരുമി നിന്നു. പശുക്കൾ രഥത്തെ വളഞ്ഞു നിൽക്കുന്നത് കണ്ട് ശ്രീദാമാവും ചങ്ങാതിമാരും പരസ്പരം പറഞ്ഞു, അവിടെ എന്താണ്? പശുക്കൾ ഒരു രഥത്തെ വളഞ്ഞു നിൽക്കുന്നുവല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി കാര്യമെന്തെന്ന് അന്വേഷിക്കാം. ആ രഥം കണ്ടിട്ട് കണ്ണൻ്റേതാണെന്ന് തോന്നുന്നു. എൻ്റെ വലതുഭാഗം തുടിക്കുന്നു. ശുഭസൂചകമാണ്. സന്തോഷത്തോടെ നൃത്തം വെച്ച് മയിലുകൾ അടുക്കുന്നു. പൂത്തുമ്പികൾ ആമോദപൂർവം പറന്നടുക്കുന്നു. അത് കണ്ണൻ്റെ രഥം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീദാമാവും കൂട്ടരും ഓടി വന്നു. രഥത്തിനടുത്ത് വരും മുമ്പേ അത് കേശവൻ്റെ തേര് തന്നെയാണെന്നവർക്ക് ബോധ്യമായി. കേശവാ, കണ്ണാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ശ്രീദാമാവും സഖാക്കളും ഓടി വന്നു. കണ്ണൻ അവരെ കണ്ട് മുമ്പോട്ടോടി. മുമ്പേ വന്ന ശ്രീദാമാവ് കണ്ണൻ്റെ അടുത്തെത്തി. പിടിച്ചു കെട്ടിയതുപോലെ രണ്ടുപേരും നിന്നു. ഒരു നിമിഷം അവർ നിശ്ചലരായി നോക്കി നിന്നു. പിന്നെ കുന്നിൽ തടയുന്ന പുഴത്താഴ്വാരത്തിലേക്ക് കുതിച്ചാടും പോലെ പരസ്പരം ആലിംഗനബദ്ധരായി. ശ്രീദാമാവിൻ്റെ കണ്ണുകളിൽ ആനന്ദബാഷ്പം തുളുമ്പി നിന്നു. സുഹൃത്തുക്കളെയെല്ലാം ദാമോദരൻ ആശ്ലേഷിച്ചു. അവരോട് സ്നേഹോക്തികൾ ഓതി നിന്നു.
കാളിന്തി തടം വീണ്ടും രോമാഞ്ചപൂർണമായി. ഉദ്ധവൻ നന്ദഭവനത്തിൽ എത്തി. കേശവൻ എത്തിയിട്ടുണ്ടെന്നും കാളിന്തി തടത്തിൽ നിന്ന് സുഹൃത്തുക്കളുമായി നർമ്മോക്തികൾ ഓതുകയാണെന്നും അറിയിച്ചു. കണ്ണൻ വന്നിരിക്കുന്നു, കേശവൻ എത്തിയിരിക്കുന്നു. വാർത്ത വേഗം പടർന്നു. ഗോപവാടങ്ങളിൽ ഇളം കാറ്റുമായി വാർത്തയെത്തി. കണ്ണൻ വന്നുവെന്നോ? വൃന്ദാവനത്തിൻ്റെ ഭാഗ്യം അവസാനിച്ചിട്ടില്ല. കേശവൻ ഇല്ലാത്ത വൃന്ദാവനം പൂക്കളില്ലാത്ത പൂങ്കാവനം പോലെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ നന്ദഗേഹത്തിലേക്ക് ഓടി. നിമിഷം കൊണ്ട് നന്ദഭവനം ഗോപന്മാരെ കൊണ്ട് നിറഞ്ഞു. അവർ പടഹം മുഴക്കിയും ബേരി താടിച്ചും നൃത്തം വെച്ചു. പുതുമഴക്കാറ് കണ്ട് ഉള്ളം കുളിർത്ത മയിലുകൾ നൃത്തം വയ്ക്കും പോലെ ഗോപന്മാർ നടനം ചെയ്തു. പീതാംബരം വീശിയും ശംഖു വിളിച്ചും അവർ കണ്ണനെ എതിരേറ്റു. വൃഷഭാനുവിൻ്റെ ഭവനത്തിൽ ഓടിക്കിതച്ചെത്തിയ ഒരു ഗോപൻ പറഞ്ഞു, രാധേ, അറിഞ്ഞോ, മാധവനെത്തി. ഒരു നിമിഷം രാധ നിശ്ചലയായി. പൊടുന്നനെയുണ്ടായ ആത്മസംഘർഷത്തിൽ രാധ പിടഞ്ഞുപോയി. അല്പസമയം വേണ്ടി വന്നു അവൾക്ക് ഗോപന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കുവാൻ. വാർത്ത നൽകിയതിനു ശേഷം ഗോപൻ നന്ദഭവനത്തിലേക്ക് ഓടി. രാധ അപ്പോൾ തന്നെ അണിഞ്ഞൊരുങ്ങി നന്ദന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. മറ്റു ഗോപികമാരാകട്ടെ കരത്തിൽ കെട്ടിയ വസ്ത്രാഭരണങ്ങൾ തോന്നിയതുപോലെ എടുത്തണിഞ്ഞ് കേശവനെ കാണുവാൻ പുറപ്പെട്ടു. വ്രജത്തിലെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും കൂടി ഇത്രയും സ്നേഹവായ്പ പ്രകടിപ്പിക്കുന്നത് കണ്ട് കൃഷ്ണൻ സന്തോഷത്തോടെ കരങ്ങൾ കൂപ്പി അച്ഛനമ്മമാരെ വന്ദിച്ചു. ഏറെക്കാലം കഴിഞ്ഞു കണ്ട ഉണ്ണിക്കണ്ണനെ യശോദ മാറോട് ചേർത്ത് പുണർന്ന് ഒഴുകി വീഴുന്ന ആനന്ദാശ്രുക്കളാൽ കുളിർപ്പിച്ചുകൊണ്ട് മൂർധാവിൽ നുകർന്നു. ആ വാത്സല മാതാവിൻ്റെ സ്തനങ്ങളിൽ നിന്നും മുലപ്പാൽ ചുരന്നു. പിതാവിൻ്റെ പാദങ്ങളിൽ കൃഷ്ണൻ നമസ്കരിച്ചു. എല്ലാവരും ഉദ്ധവനെ ബഹുമാനിച്ചു. അദ്ദേഹമാണല്ലോ ഈ അസുലഭ ഭാഗ്യം ഗോകുലത്തിന് നൽകിയത്. സായാഹ്നമായി. ഗോപന്മാരും ഗോപികമാരും നന്ദഭവനത്തിൽ ഒത്തുകൂടി. സന്തോഷത്തോടെ നടനം നടത്തിയും വാദ്യഗീത ഘോഷങ്ങളാൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും പ്രിയപ്പെട്ട കണ്ണനെ അവർ ആമോദിപ്പിച്ചു. പീതാംബരം ചാർത്തി മയിൽപ്പീലി ചിഗുരത്തിൽ തിരുകി കേശവനും അവരോടൊപ്പം നൃത്തം ചെയ്തു. ഗോവർദ്ധന താഴ്വര ആനന്ദം കൊണ്ട് തുടിച്ചു നിന്നു. അടുത്ത ഭാഗം ഋഭുമോക്ഷം. മാധവൻ വൃന്ദാവനത്തിലെത്തിയ ദിവസം തന്നെ സായാഹ്നത്തിൽ മാധവ ദർശനം കൊതിച്ച് രാധ നന്ദഭവനത്തിലെത്തി. പക്ഷെ അവളെ സ്വകാര്യമായി കാണുവാനോ സംസാരിക്കുവാനോ മാധവന് കഴിഞ്ഞില്ല. ഗോപന്മാരും ഗോപികമാരും കണ്ണനെ പൊതിഞ്ഞു നിന്നു. ഓരോരുത്തർക്കും ഓതുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കറിയുവാനും അങ്ങനെ തന്നെ. മാധവൻ എല്ലാം ക്ഷമയോടെ കേൾക്കുകയും ചിലത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദുഃഖിതരെ മാധവൻ ആശ്വസിപ്പിച്ചു. വേദനിക്കുന്നവർക്ക് ഒരു പൂമരം ആണല്ലോ മാധവൻ. രാത്രി ഏറെ ചെന്നിട്ടും രാധയുടെ നികടത്തിലേക്ക് കേശവൻ വന്നില്ല. താപവും കോപവും അവളിൽ നുരഞ്ഞു. അസ്വസ്ഥതയുടെ ആഴങ്ങളിൽ പതിച്ച രാധ രഥത്തിൽ കയറി സ്വഭവനത്തിലേക്ക് മടങ്ങി. ശബ്ദമില്ലാതെ അവൾ കരഞ്ഞു. മഷി കലങ്ങിയ കണ്ണുനീർ തുള്ളികൾ മാറിടത്തിൽ വീണു ആവിയായി. അത്രമാത്രം വേദനയുടെ താപം രാധ അനുഭവിച്ചിരുന്നു. ഒന്ന് സംസാരിക്കാൻ, വേണ്ട, ഒരു നിമിഷം കാണുവാൻ അവൾ അത്രയ്ക്ക് കൊതിച്ചു. സഖിമാർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തോഴി, ക്ഷമിക്കുക. കണ്ണന് ആരും സ്വസ്ഥത നൽകുന്നില്ല. ആ ഗോപികമാരെ നിനക്ക് വേണ്ടി വെറുപ്പിക്കുവാൻ കണ്ണന് കഴിയുമോ? മോഹനവർണ്ണൻ നിന്നരികിൽ എത്തുവാൻ ഏറെ കൊതിച്ചിരിക്കാം. പക്ഷെ മാധവന് വന്നു ചേരുവാനാവാതെ പോയതാണ്. നീ ആ ഭവനത്തിൽ വരെ പോയിട്ട് ക്ഷമയില്ലാതെ മടങ്ങി വന്നതും ശരിയല്ല. എന്നാലും കണ്ണൻ എല്ലാം മറക്കും. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരാം. പക്ഷെ രാധയുടെ പരിഭവം മാറിയില്ല. അടുത്ത ദിവസം സായാഹ്നമായി. കണ്ണനെ പ്രതീക്ഷിച്ച് രാധ നികുഞ്ചത്തിലിരുപ്പായി. യഥാസമയം കൃഷ്ണനെത്തി. മാധവനെ കണ്ടപ്പോൾ തന്നെ
സൂര്യമുഖത്തെ ഇരുൾ എന്ന പോലെ രാധയുടെ ദേഷ്യവും വേദനയും അലിഞ്ഞുപോയി. കേശവൻ മധുരയ്ക്ക് പോയതിനു ശേഷം അന്ന് ആദ്യമായിട്ടാണ് രാധയുടെ മുഖത്ത് പ്രസാദം പടർന്നത്. ബുദ്ധിമതിയായ രാധ മുഖത്തെ പ്രസാദഭാവം ഉടനെ മറച്ചു. പരിഭവവും വേദനയും വദനത്തിൽ നിറച്ചുകൊണ്ട് പറഞ്ഞു, യദുപുരി വളരെ ദൂരത്താണല്ലോ. ഇവിടം വരെ ഒന്ന് വന്നു പോവാൻ അങ്ങയ്ക്ക് സമയം ലഭിച്ചില്ലല്ലോ. അങ്ങ് മധുരയ്ക്ക് ധൃതിപ്പെട്ടു പോകുമ്പോൾ എന്തെല്ലാം പാഴ്വാക്കുകളാണ് ഓതിയത്. എൻ്റെ വേദനയുടെ ആഴം ആർക്കറിയാം? ഒരു പക്ഷേ ദമയന്തിക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ സീതാദേവിക്ക് മനസ്സിലാകുമായിരിക്കാം. എന്നെപ്പോലെ ഈ ഗോപികമാരും അങ്ങയെ കാണാതെ ദുഃഖിച്ചു കഴിയുകയാണ്. പ്രകൃതി പോലും മുരളീധരനെ കാണാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മയിൽ പുതുമേഘത്തെ എന്ന പോലെ ആർത്തിയോടെ ആർത്തരായി ഞങ്ങൾ അങ്ങയെ കാത്തിരുന്നു. വൃന്ദാവന ചന്ദ്രനായ അങ്ങ് നല്ലവനായ ഉദ്ധവരുടെ നിർബന്ധം മൂലമല്ലേ ഇപ്പോൾ എഴുന്നള്ളിയത്? ഇത്രയും സ്നേഹം അദ്ദേഹത്തിനെങ്കിലും ഉണ്ടായല്ലോ. മധുരയിൽ പട്ടണത്തിലെ വിലാസലോലത അറിയുന്ന സുന്ദരിമാർ ഉണ്ടല്ലോ. അവരുടെ നികടത്തിൽ വർത്തിച്ചാൽ ഗ്രാമത്തിൽ സ്നിഗ്ധമായ ചിന്തയിൽ കഴിയുന്ന ഞങ്ങളെ എങ്ങനെ ഓർക്കുവാനാകും? വേണ്ട മാധവ, നീ ഞങ്ങളെ കാണുക വേണ്ട, പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ പരിഭവം പറഞ്ഞ് പരിമൃദുല ഗാത്രിയായ രാധ പരിശുദ്ധമായ മനസ്സോടെ തലകുനിച്ചിരുന്നു. ബാഷ്പനീർ ചാലിടുന്ന രാധയുടെ വദനം തെല്ലുയർത്തി അവളുടെ മുഖത്ത് കണ്ണുവെച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു, രാധേ, ഭവതി ഇങ്ങനെ വ്യാകുലപ്പെടരുത്. നിന്നോടുള്ള സ്നേഹം ഒന്ന് മാത്രമാണ് ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത്. പാലിൽ വെളുപ്പ് രണ്ടാണോ? അല്ല, അതുപോലെ ഒന്നാണ് നാം. നോക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെയും തീയും വെള്ളവും സൂക്ഷ്മരൂപത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നത് പോലെയും ഭവതിയിൽ ഞാൻ സദാ വർത്തിക്കുന്നു. ഞാനെന്ന ഭാവം ഉണ്ടാവുമ്പോഴാണ് നാം രണ്ടാണെന്ന് തോന്നുന്നത്. വനം സൂര്യജമാണ്, എന്നാൽ വനം സൂര്യനെ മറയ്ക്കുന്നു. ഇങ്ങനെ ഗുണങ്ങളിൽ നിബദ്ധമാകുമ്പോൾ പരമാത്മാവ് അദൃശ്യമാകുന്നു. ഗുണരഹിതമാവുമ്പോൾ ദൃശ്യമാവുകയും ചെയ്യുന്നു. ഗുണസമ്മിശ്രമാകുമ്പോൾ ബന്ധവും ഗുണമുക്തമാകുമ്പോൾ മുക്തിയും ലഭിക്കുന്നു. ഗുണമുക്തി ഉണ്ടാകുവാൻ ഭക്തിയാണ് ആവശ്യം. പ്രേമത്തിന് സമാനം മറ്റൊന്നില്ല. ഭവതിയുടെയും ഗോപികമാരുടെയും എന്നിലുള്ള പ്രേമഭക്തി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുത്തി കൊടുക്കുവാനാണ് എൻ്റെ ഭക്തനും സജീവോത്തമനുമായ ഉദ്ധവനെ മുമ്പ് തന്നെ ഇങ്ങോട്ട് അയച്ചത്. ഭവതി ആശ്വസിക്കുക. രാധയിൽ നിന്നും അഭിന്നനാണ് മാധവൻ എന്നോർക്കുക. കേശവന്റെ വാക്കുകൾ രാധയെ സന്തോഷിപ്പിച്ചു. പരിഭവം പോയി കാർ മറഞ്ഞ നീലാകാശം പോലെ വിളങ്ങി നിൽക്കുന്ന മാധവവദനം രാധയെ ഉല്ലസിപ്പിച്ചു. കാർത്തിക രാത്രിയിൽ രാധയും രാധാരമണനും ഗോവർദ്ധനത്തിൽ നിന്നും 3 യോജന അകലെയുള്ള ചന്ദനവൃക്ഷങ്ങൾ നിറഞ്ഞ രോഹിതാചലത്തിലെത്തി. അവിടെ ബ്രഹ്മനാഥ നിർമ്മിതമായ അസംഖ്യം നീലത്താമരകൾ വിടർന്നു നിൽക്കുന്ന ദേവസരോവര തീരത്ത് രാധയോടൊപ്പം മാധവനിരുന്നു. മനോജ്ഞവും മനോഹരവുമായ ആ സ്ഥലത്ത് ഒരു ഭാഗത്തായി ശ്രീകൃഷ്ണനെ ഏകാഗ്രനായി ധ്യാനിച്ചുകൊണ്ട് ഒരു മഹർഷി വളരെ നാളായി തപസ്സിലാണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമം ഋഭു എന്നായിരുന്നു. ഭക്തനായ ഋഷി വായു ഭക്ഷകനായി വ്രതം അനുഷ്ഠിച്ച് വർത്തിച്ചു. കൃശഗാത്രനായി പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന ഋഭുവിൻ്റെ രൂപവും ഭാവവും കണ്ട് സഹതാപഭരിതമായി രാധ ചോദിച്ചു, കണ്ണാ, ഇതാ കണ്ടില്ലേ, നിന്നിൽ ഭക്തി വെച്ച് പരമഭാഗവതനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ തപം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഢഭക്തി അപാരം തന്നെ. മോക്ഷദായകനാണ് ആ ഋഷി ശ്രേഷ്ഠനെങ്കിൽ ഇനിയും കഠിന തപത്തിൽ അദ്ദേഹത്തെ ആഴ്ത്താതിരിക്കണം. സന്തോഷചിത്തനായ മാധവൻ മഹർഷിയുടെ സമീപം ചെന്നു. ഋഭോ എന്ന് വിളിച്ചു. ധ്യാനനിരതനായ മഹർഷി അത് കേട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഭഗവൻ മറഞ്ഞു. വ്യാകുലചിത്തനായ ഋഭു അക്ഷികൾ തുറന്നു. മഹർഷി അത്ഭുത വിവശനായി.
അതാ മുന്നിൽ ഒരു അത്ഭുതപ്രഭ വിടർന്നു നിൽക്കുന്നു. വേഗത്തിൽ വട്ടം ചുറ്റുന്ന മണ്ഡലത്തിന് മധ്യത്തിൽ രാധാസമേതനായി മാധവൻ ശോഭിക്കുന്നു. വനമാലിയുടെ പുഞ്ചിരി വിടർന്ന വദനം ഋഷിവര്യനെ ആനന്ദസാഗരത്തിൽ ആറടിച്ചു. ഘനശ്യാമസുന്ദരനും ഗോലോകനാഥനുമായ മാധവനെ മഹർഷി നമസ്കരിച്ചു. കർശനമായ തപസ്സുകൊണ്ട് ശുഷ്കമായി തീർന്നിരുന്ന ആ ദേഹത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്നു ശ്രീകൃഷ്ണനിൽ ലയിച്ചു. ആനന്ദചിത്തനായ മാധവൻ റഭോ എന്ന് ഒന്നുകൂടി വിളിച്ചു. ബദ്ധാഞ്ജലിയായി നമസ്കരിച്ചു നിന്ന മഹർഷിയുടെ കളയബരത്തിൽ നിന്നും ഒരു തേജസ് വീണ്ടും ഉണർന്നു. പ്രകാശത്തിൽ കുളിച്ച ഋഷിയുടെ ശരീരത്തെ ഭഗവാൻ ആലിംഗനം ചെയ്തു. മഹർഷിയുടെ കർപ്പൂരതുല്യമായ ശരീരത്തിൽ നിന്നും ആത്മാവുണർന്നു അനന്തതയിൽ ലയിച്ചു. ചന്ദനഗന്ധം വാർന്നൊഴുകുന്ന തടത്തിൽ കിടക്കുന്ന ഋഷിയുടെ മൃതദേഹം കണ്ട് രാധ പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സാരൂപ്യം ലഭിച്ച ഈ ഋഷിവര്യന് വേണ്ട പാരലൗകിക ക്രിയകൾ നാം അനുഷ്ഠിക്കേണ്ടതാണ്. ജ്യോതിർമയമാണ് ഇപ്പോഴും ആ ദേഹം. അതുകേട്ട് മാധവൻ പറഞ്ഞു, രാധേ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മോക്ഷദായകമായ ആത്മാവിനെ ക്ഷണനേരമെങ്കിലും വഹിക്കുന്ന കളേബരം നിർമ്മലമാണ്. മറ്റ് ഭൗതിക ശരീരങ്ങളെപ്പോലെ അതിനെ ഭൂദാനം ചെയ്യുവാൻ പാടില്ല. ലോകത്തിന് പ്രയോജനം ഭവിക്കേണ്ട ഒന്നായി രൂപാന്തരപ്പെടുത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് ഋഷിയുടെ ശരീരത്തിലേക്ക് മാധവൻ സൂക്ഷ്മമായി വീക്ഷിച്ചു. കാലത്തിൻ്റെ ശക്തി രൂപം കൊണ്ട് ഇച്ഛാനുസാരിയായി ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഋഭുവിൻ്റെ ശരീരം ദ്രവിച്ച് ഒരു നദിയായി തീർന്നു. അത് രോഹിത പർവ്വതത്തിൽ നിന്നും കുതിച്ചൊഴുകി തടങ്ങളെ നനച്ചു. അത്ഭുതകരമായ ഈ മാറ്റം രാധയിൽ അനവധി ചലനങ്ങൾ ഉണ്ടാക്കി. ഭയഭക്തി ബഹുമാനത്തോടെ അവൾ ചോദിച്ചു, ദേവാ, അടിയന്റെ ഹൃദയത്തിൽ ഒരു സംശയം പൊന്തി വരുന്നു. ദയവായി പരിഹരിക്കണം. സന്ദേഹം എന്തെന്ന് മാധവൻ ചോദിച്ചു. രാധ ചോദിച്ചു, ഋഭുവിൻ്റെ ശരീരം നിർമ്മലമാണ്. പക്ഷെ ആർദ്രമായതിൻ്റെ അർത്ഥമറിയാതെ എന്നിൽ അത്ഭുതം ജനിക്കുന്നു. കേശവൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കും. എന്നിലുള്ള പ്രേമഭക്തി കൊണ്ടാണ് മഹർഷിയുടെ ശരീരം ദ്രവരൂപത്തിലായത്. ഞാൻ പണ്ടൊരിക്കൽ ജലരൂപത്തിലായതുപോലെ ഋഷിയും ആർദ്രീകരിച്ചിരിക്കുന്നു. രാധയ്ക്ക് വീണ്ടും ആശ്ചര്യം ജനിച്ചു. അവൾ ചോദിച്ചു, അങ്ങും ജലമയമായി തീർന്നെന്നോ? അതെങ്ങനെ? അതൊക്കെ പഴയ കാര്യങ്ങൾ. നമുക്ക് വിലാസലോലരായി ഈ മണൽപ്പരപ്പിലൂടെ നടക്കാം. കണ്ണൻ പറഞ്ഞത് കേട്ട് രാധ നിർബന്ധം പിടിച്ചു. അങ്ങ് ജലമയ രൂപത്തിലായ കഥ എനിക്കറിയണം. ആ സംഭവം എന്നിൽ ജിജ്ഞാസയുണ്ടാക്കുന്നു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പറയൂ. മാധവൻ പുഞ്ചിരിച്ചു. മോക്ഷദായകമായ ആ കഥ ഉരച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം കൃഷ്ണൻ ജലമയമായ കഥ വായിക്കാം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.